നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് എവേർട്ടൺ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഈ തോൽവി നോട്ടിംഗ്ഹാമിന് വളരെയധികം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തെന്നാൽ അവരിപ്പോൾ 17ാം സ്ഥാനത്താണ് ഉള്ളത്. റെലഗേഷൻ സോണിൽ ഉള്ള ലൂട്ടൺ ടൗണുമായി കേവലം 1 പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ഈ ക്ലബിനുള്ളത്. ഇനിയുള്ള മത്സരങ്ങളിൽ പിഴച്ചാൽ നോട്ടിംഗ്ഹാമിന് പ്രീമിയർ ലീഗിൽ നിന്നും പുറത്തു പോവേണ്ടി വരും. അത് യഥാർത്ഥത്തിൽ ഗുണകരമാവുക ലൂട്ടൺ ടൗണിനായിരിക്കും. എന്നാൽ എവേർട്ടനെതിരെയുള്ള ഈ മത്സരം വിവാദങ്ങളിലാണ് കലാശിച്ചിട്ടുള്ളത്. അതായത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ലഭിക്കേണ്ട 3 പെനാൽറ്റികളിൽ ഒന്നുപോലും റഫറി നൽകിയില്ല എന്നാണ് ഇവർ ആരോപിച്ചിട്ടുള്ളത്. ലൂട്ടനെ സഹായിക്കാൻ വേണ്ടി വാർ റഫറി മനഃപൂർവ്വം ഈ പെനാൽറ്റികൾ നൽകാതിരുന്നതാണെന്നും നോട്ടിംഗ്ഹാം ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗിനെതിരെ അവർ പുറത്തുവിട്ട ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: വളരെ മോശം തീരുമാനങ്ങളാണ് ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടായത്. 3 പെനാൽറ്റികൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്നു. അത് 3ഉം നിഷേധിക്കപ്പെട്ടു. ഇതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. വാർ റഫറി ലൂട്ടൻ ആരാധകനാണെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ റഫറിമാരുടെ സംഘടനയോട് പറഞ്ഞതാണ്. മത്സരത്തിന് മുന്നേ ഇക്കാര്യം അറിയിച്ചിട്ടും ഈ റഫറിയെ മാറ്റാൻ അവർ തയ്യാറായില്ല. ഒരുപാട് തവണ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെട്ടു. ഇനി ഇത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മറ്റുള്ള ഓപ്ഷനുകൾ ഞങ്ങളിപ്പോൾ പരിഗണിച്ചു തുടങ്ങി. ഇതാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചിട്ടുള്ളത്. പ്രീമിയർ ലീഗിൽ പലപ്പോഴും റഫറിമാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പിഴവുകൾ സംഭവിക്കാറുണ്ട്. റഫറിമാരുടെ സംഘടനയായ PGMOL വലിയ വിമർശനങ്ങളാണ് ഇക്കാര്യത്തിൽ ഏൽക്കേണ്ടി വരുന്നത്. ഏതായാലും കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ ഈ ഒരു പ്രീമിയർ ലീഗ് ക്ലബ്ബ് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.